എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേറ്ററ്റ് കാറ്റഗറി 1 EVSന്റെ 2025 ജൂണിൽ നടന്ന നമുക്ക് സെപ്റ്റംബറിൽ നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറെ കുട്ടികൾ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇംഗ്ലീഷിൽ വേണം എന്നുള്ളത്. ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെഷൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ മലയാളവും കൂടി പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാഫിക് എയ്ഡ് ടു ഇല്ലസ്ട്രേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡാഷ്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ കമ്പോണൻസ്, പലതരത്തിലുള്ള കമ്പോണൻസ്, അത് പല പ്രൊപ്പോർഷനിലാണ്. ഇപ്പൊ നൈട്രോജന്റെ എമൗണ്ട് ആയിരിക്കില്ല ഓക്സിജൻ വരുന്നത്, ഓക്സിജന്റെ എമൗണ്ട് ആയിരിക്കില്ല ഹൈഡ്രജൻ, അങ്ങനെ ഓരോ എന്താണ് ടൈപ്പ് ഗ്യാസും പല എമൗണ്ടിലായിരിക്കും, ഓരോ പ്രൊപ്പോർഷനിലായിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത്. അപ്പം ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രാഫിക് എയ്ഡ് ഏതാണ്, കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രാഫിക് എയ്ഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട്, ട്രീ ചാർട്ട്, സൈക്കിൾ ചാർട്ട്, ഇതിൽ ഏതായിരിക്കും വരുന്നത്? അറ്റ്മോസ്ഫിയറിക് കമ്പോണൻസ്, അതായത് എയർ, പലതരത്തിലുള്ള ഗ്യാസുകൾ ചേർന്നിട്ടാണ് അറ്റ്മോസ്ഫിയറിക് എയർ, കംപ്ലീറ്റ് നമ്മൾ ആ ഒരു എയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും കമ്പോണൻസ് എത്രത്തോളം പ്രൊപ്പോർഷനിലാണ് ഇത് അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് എയ്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, അല്ലെ? പൈ ചാർട്ട് ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പൈ ചാർട്ട്. അപ്പം പൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇപ്പൊ റൗണ്ടിലുള്ളത് ഒരു ഒരു ഗ്രാഫിക് എയ്ഡ് ആണ് പൈ ഡയഗ്രാം അല്ലെ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടിയതിനെ കൂടിയ അളവിൽ കൊടുക്കാം. പിന്നെ ഇങ്ങനെ വരച്ചിട്ടാണ്, ഇപ്പം സർക്കുലർ ഷേപ്പിലിരിക്കും, അതിനെ പലതായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോന്നിന്റെയും എമൗണ്ട് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിക് എയറിന്റെ കമ്പോണൻസിന്റെ പ്രൊപ്പോർഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പൈ ചാർട്ടാണ് പൈ ചാർട്ടാണ് ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എയർ? അപ്പം എയറിന്റെ ഒരു ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഹാസ് വെയിറ്റ്, നീഡ് സ്പേസ് ടു എക്സിസ്റ്റ്, എക്സ്പാൻഡ്സ് വെൻ ഹീറ്റഡ്, ഇസ് എ കോമ്പൗണ്ട്. അപ്പൊ എയറിന്റെ ഗുണങ്ങളിൽ പെടാത്തത് ഹാസ് വെയിറ്റ്, എയറിന് വെയിറ്റ് ഉണ്ട്, അല്ലെ? നീഡ് സ്പേസ് ടു എക്സിസ്റ്റ്, അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സ്പേസ് വേണം. എക്സ്പാൻഡ്സ് വെൻ ഹീറ്റഡ്, ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. ഈസ് എ കമ്പോണന്റ്, അതൊരു കമ്പോണന്റ് ആണ് എയർ എന്ന് പറഞ്ഞത്. എയർ ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? എയർ ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, കുറെ ഗ്യാസിന്റെ ഒരു മിക്സ്ചർ ആണ് എയർ എന്ന് പറഞ്ഞത്. എയർ ഒരിക്കലും ഒരു കമ്പോണന്റ് അല്ല, എയർ എന്താണ്? ഒരു മിക്സ്ചർ ആണ്. സോ എയറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇസ് എ കമ്പോണന്റ്. എയർ ഇസ് എ മിക്സ്ചർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: വിച്ച് among the following is not a first aid? ഫസ്റ്റ് എയ്ഡ് അല്ലാത്തത് ഏത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, യൂസിങ് സ്പ്ലിന്റ്, ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ഗിവ് CPR. ഇതിൽ ഏതാണ് ഫസ്റ്റ് എയ്ഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, CPR നൽകുക. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പേ ചെയ്യാൻ അറിയാവുന്നവരുണ്ട്, അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? CPR നൽകും, അല്ലെ? അതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, പെട്ടെന്ന് ശ്വാസം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ട് രക്ഷിച്ച് ശ്വാസം ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവർക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതും എന്താണ്? ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. യൂസിങ് സ്പ്ലിന്റ്, കാലും കൈയും ഒക്കെ ഒടിയുന്ന ആൾക്കാർ, ഒടിഞ്ഞു എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്? സ്പ്ലിന്റ് യൂസ് ചെയ്യും, അതും ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഇതില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തെ ബ്ലഡ് കംപ്ലീറ്റ് മാറ്റിയിട്ട് വീണ്ടും ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഒരു ഫസ്റ്റ് എയ്ഡ് മെത്തേഡ് അല്ല. ബാക്കി യൂസിങ് സ്പ്ലിന്റ്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ഗിവിംഗ് CPR, ഇതെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യം: ദ പ്ലാനറ്റ് വിത്ത് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏത് പ്ലാനറ്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നോ മൂൺസ്, മൂണുകളൊന്നും തന്നെ ഇല്ല. ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദി സൺ, സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്. ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ്. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ചന്ദ്രനില്ല, ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആണ്, അതേപോലെ തന്നെ സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മെർക്കുറി, നെപ്റ്റ്യൂൺ, യുറാനസ്, വീനസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? മെർക്കുറി ആണ്, അല്ലെ? സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്, അല്ലെ? ഏറ്റവും ചെറിയ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൻസർ ഏതാണ്?
ഓപ്ഷൻ എ മെർക്കുറിയാണ്. ഓക്കെ, അപ്പൊ ഈ പ്ലാനറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്ലാനറ്റ്സിൽ ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും ഉണ്ട്. അത് വ്യക്തമായിട്ട് പഠിക്കണം. ഈ 8 പ്ലാനറ്റ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്, ഔട്ടർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇന്നർ പ്ലാനറ്റ്സ് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്ന 4 പ്ലാനറ്റ്സ്, സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സ്, അതായത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇവർ 4 പേരുമാണ് എന്താണ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഔട്ടർ പ്ലാനറ്റ്സോ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, പിന്നെ ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്നർ പ്ലാനറ്റ്സ് സൂര്യനോട് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സ് ആണ്. അവർ സൈസിൽ കുറച്ചുകൂടെ ചെറുതാണ്. അതുപോലെ ഡെൻസിറ്റി കൂടിയ പ്ലാനറ്റ്സ് ആണ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ സൈസ് കുറച്ചുകൂടെ വലിയ പ്ലാനറ്റ്സ് ആണ്, ഡെൻസിറ്റി കുറഞ്ഞ പ്ലാനറ്റ്സ് ആണ്. അതേപോലെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചുറ്റും എന്തുണ്ട്? റിങ്സ് ഉണ്ട്, കുറെ റിങ്ങുകളുണ്ട്. ഇവരെ ചുറ്റും എന്തുണ്ട്? കുറെ റിങ്ങുകളുണ്ട്. അതെല്ലാം അവരുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ ഓർത്ത് പഠിക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് തന്നെ മെർക്കുറിയും വീനസും എന്താണ്? ഇന്നർ പ്ലാനറ്റ്സ് ആണ്. നെപ്റ്റ്യൂണും യുറാനസും എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സ് ആണ്. ഔട്ടർ പ്ലാനറ്റ്സിന് പറഞ്ഞ മറ്റൊരു പേരാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയും. ഓക്കെ, ജൂപ്പിറ്ററുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മെർക്കുറി. അടുത്ത ചോദ്യം ഇതാണ്, ചൂസ് ദ കറക്റ്റ് പെയർ ഓഫ് ലോക്കോമോട്ടോർ ഓർഗൻസ് ആൻഡ് ഓർഗാനിസം. ഇപ്പം കുറച്ച് ഓർഗാനിസവും അതിന്റെ ലോക്കോമോട്ടോർ ഓർഗൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പാരമീസിയം ടെന്റക്കിൾ, യുഗ്ലീന ഫ്ലജെല്ലം, അമീബ, സീലിയ, ഹൈഡ്ര, സ്യൂഡോപോഡിയ. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് വരുന്ന ഒരു ഓർഗാനിസം, അതിന്റെ കറക്റ്റ് ലോക്കോമോട്ടർ ഓർഗനും ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ, യുഗ്ലീന ഫ്ലജെല്ലം. യുഗ്ലീനയുടെ ലോക്കോമോട്ടർ അല്ലെ യുഗ്ലീനയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗന്റെ പേരെന്താണ്? ഫ്ലജെല്ലം ആണ് അല്ലെ, യുഗ്ലീന ഫ്ലജെല്ലം. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ പാരമീസിയത്തിന്റെ എന്താണ്? പാരമീസിയത്തിന്റെ ലോക്കോമോട്ടർ ഓർഗൻ എന്ന് പറയുന്നത് സീലിയാണ്. ഹൈഡ്രയുടെ ആണെങ്കിലോ ടെന്റക്കിൾ ആണ്. അമീബയുടെ സ്യൂഡോപോഡിയ, മറന്നു പോകരുത്. പാരമീസിയം എന്താണ്? സീലിയ. പാരമീസിയത്തിന്റെ ലോക്കോമോട്ടർ ഓർഗൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗന്റെ പേരെന്താണ്? സീലിയ എന്നാണ്. അമീബ ആണെങ്കിൽ സ്യൂഡോപോഡിയ, ഹൈഡ്ര ടെന്റക്കിൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞ യുഗ്ലീന ആണെങ്കിലോ ഫ്ലജെല്ലം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് പെയർ? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പെയർ ഏതാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അവിടെ ആ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗാഫർ ഖാൻ എന്നുള്ളത് കൂടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെയാണ് വരേണ്ടത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നാണ് വരേണ്ടത്. എന്താണ്? ഫ്രോണ്ടിയർ ഗാന്ധി, ബാൽ ഗംഗാധര തിലക് പഞ്ചാബ് കേസരി, സർദാർ വല്ലഭായ് പട്ടേൽ ഡയൺമാൻ, സരോജിനി നായിഡു ദി നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ എന്താണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്തി. നമുക്കറിയാം അതിർത്തി ഗാന്ധി അല്ലെ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇനി ബാൽ ഗംഗാധര തിലക്. ബാൽ ഗംഗാധര തിലകിനെയാണോ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത്? അല്ല. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ലാല ലജ്പത് റായ് ആണ് അല്ലെ. ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലാല ലജ്പത് റായ് ആണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലജ്പത് റായ് ആണ്. അപ്പൊ ബാൽ ഗംഗാധര തിലക് തെറ്റായിട്ടുള്ള പേരാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ്? ആൻഡ്മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സരോജിനി നായിഡു ആണെങ്കിലോ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. അപ്പം ഓപ്ഷൻ എയും സിയും ഡിയും കറക്റ്റ് ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഫ്രോണ്ടിയർ ഗാന്ധിയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ്മാൻ ഓഫ് ഇന്ത്യ ആണ്. സരോജിനി നായിഡു എന്താണ്? ദി നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഇനി പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാല ലജ്പത് റായ് അല്ലെ, ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ലജ്പത് റായ് ആണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നാച്ചുറൽ എൻവയോൺമെന്റ് വേർ എ പെർട്ടിക്കുലർ സ്പീഷീസ് ലിവ്സ് ഇൻ. ഒരു പ്രത്യേക സ്പീഷീസിൽപ്പെട്ട ഒരു ഓർഗാനിസം താമസിക്കുന്ന അതിന്റെ ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിനെ പറയുന്ന പേരെന്താണ്? കമ്മ്യൂണിറ്റി, പോപ്പുലേഷൻ, ഹാബിറ്റാറ്റ്, ഇക്കോസിസ്റ്റം. എന്താണ്? ഏതാണെങ്കിലും ഒരു സ്പീഷീസിന്റെ നാച്ചുറൽ എൻവയോൺമെന്റിനെ, അത് താമസിക്കുന്ന ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിനെ പറയുന്ന പേരെന്താണ്? കമ്മ്യൂണിറ്റി എന്നാണോ, പോപ്പുലേഷൻ എന്നാണോ, ഹാബിറ്റാറ്റ് എന്നാണോ, ഇക്കോസിസ്റ്റം എന്നാണോ പറയുന്നത്? ഹാബിറ്റാറ്റ് ആണ്. ഏതൊരു ഓർഗാനിസം ആണെങ്കിലും അതിന്റെ നാച്ചുറൽ എൻവയോൺമെന്റിനെ പറയുന്ന പേരെന്താണ്? ഹാബിറ്റാറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് വേർ എ പെർട്ടിക്കുലർ സ്പീഷീസ് ലീവ്സ് ഈസ് കോൾഡ് എ ഹാബിറ്റാറ്റ്. ഓക്കെ, ഇനി എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിലുള്ള ഒരേ സ്പീഷീസിലുള്ള
ഒരേ സ്പീഷീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. നമ്മുടെ ഒരു പഞ്ചായത്ത് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയാം. നമ്മൾ സെൻസസ് ഒക്കെ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഒരേ ഏരിയയിൽ താമസിക്കുന്ന ഒരേ സ്പീഷീസിൽ പെട്ട ആൾക്കാരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി എന്താണ്? ഡിഫറെന്റ് പോപ്പുലേഷൻസ് ഇന്ററാക്ടിങ്. പലതരത്തിലുള്ള പോപ്പുലേഷൻസ് ഇന്ററാക്ട്. ഇപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ, ചൈനയുടെ പോപ്പുലേഷൻ, അതെന്താണ്? പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. അല്ലെ, ഇന്ത്യയിൽ തന്നെ എന്താണ്? പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം കേരളം, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ് അല്ലെ. പല പോപ്പുലേഷൻ സെയിം ആണെങ്കിലും പക്ഷെ എന്താണ്? അവര് പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. ഡിഫറെന്റ് പോപ്പുലേഷൻസ് പലതരത്തിലുള്ള പോപ്പുലേഷൻസ് ഇന്ററാക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പ്ലസ് ഫിസിക്കൽ എൻവയോൺമെന്റ്. പല പോപ്പുലേഷൻസ് അവിടെ കാണും, അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റും കാണും. ഇതെല്ലാം കൂടെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എൻവയോൺമെന്റ് ആണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം സ്പീഷീസ് ഒരു ഏരിയയിൽ സെയിം സ്പീഷീസിന്റെ ഒരു ഗ്രൂപ്പിനെ പോപ്പുലേഷൻ എന്ന് പറയാം. ഇനി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡിഫറെന്റ് പോപ്പുലേഷൻസ്, പല പോപ്പുലേഷൻസ് ചേരുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി പ്ലസ് അതിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഇതിന്റെ എല്ലാം കൂടെ ചേരുന്ന ആ എൻവയോൺമെന്റിന്റെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. പോണ്ട് എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം ആണ് അല്ലെ. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പൊ അവിടെ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. ഇപ്പം പോണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഫിഷ് ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ കുറെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ ചേർന്ന് അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് ഇതുകൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് pH ഓഫ് ദ സോയിൽ ദാറ്റ് ഈസ് ജനറലി സ്യൂട്ടബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്? അപ്പൊ പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ pH ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്ലഡിന്റെ pH എത്രയാണെന്ന് കേട്ടിട്ട് കാറ്റഗറി 2-ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതിൽ ഇപ്പൊ നടന്ന, അതായത് സെപ്റ്റംബറിൽ നടന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ ബ്ലഡിന്റെ pH എത്രയാണ്. അപ്പൊ ഈ pH ലെവൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കാറ്റഗറി 1 ഓർ 2. 2-നാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. 1-ഉം മറക്കരുത്, പഠിച്ചിട്ട് തന്നെ പോവുക. pH, അതായത് ഹ്യൂമൻ ബ്ലഡിന്റെ, പിന്നെ ആസിഡ്, ആൽക്കലി, നോർമൽ, വാട്ടറിന്റെ pH എത്രയാണ്, ഫ്രഷ് വാട്ടറിന്റെ pH എത്രയാണ്, ഡ്രിങ്കിങ് വാട്ടറിന്റെ pH എത്രയാണ്, അങ്ങനെ ഓരോന്നും എത്രയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു. ഇപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? പ്ലാന്റ്സ്, ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ് വളരാനായിട്ട് സോയിലിന് വേണ്ടുന്ന pH എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഹ്യൂമൻ ബ്ലഡിന്റെ pH ആണെങ്കിലോ 7.35 to 7.45 ആണ് ഹ്യൂമൻ ബ്ലഡിന്റെ pH എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോയിലിന്റെ pH ആണ്. സോയിലിന്റെ pH എന്ന് പറയുന്നത് എത്രയാണ്? 7.5 to 8.5 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 7.5 to 5.5 to 7. സോറി, അത് എന്താണ്? ഹ്യൂമൻ ബ്ലഡിന്റെ pH-ആയിട്ട് മിക്സ് ആയി പോയതുകൊണ്ടാണ്. 5.5 to 7 ആണ് എന്തെന്ന് പറയുന്നത്? സോയിലിന്റെ pH. അതായത് ഒരു പ്ലാന്റ് വളരാനായിട്ട് സോയിലിന് എത്രത്തോളം pH വേണം എന്നുള്ള 5.5 to 7 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ബ്ലഡിന്റെ pH എത്രയാണ്? 7.35 to 7.45. അതാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ ബ്ലഡിന്റെ pH എന്ന് പറയുന്നത്. എന്നാൽ പ്ലാന്റ് വളരാനായിട്ട് സോയിലിന്റെ pH എന്ന് പറയുന്നത് 5.5 to 7. ഇപ്പൊ ഒരു അസിഡിക് pH ആയിരിക്കും. ഒരു അസിഡിക് എന്താണ്? ആ മണ്ണിന് എന്താണ് കൂടുതലും വേണ്ടുന്നത്? അസിഡിക് ആയിരിക്കും മണ്ണ്, ആൽക്കലൈൻ ആയിരിക്കില്ല, അസിഡിക് ആയിരിക്കും ആ ഒരു മണ്ണെന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. തെറ്റിപ്പോകല്ലേ. 5.5 to 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് പെയർ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ഗിവൺ ബിലോ? ഇപ്പൊ കുറെ പെയർ ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ. 3 ക്വസ്റ്റ്യൻസ് പെയർ വെച്ചിട്ട് ചോദിച്ചായിരുന്നു. നോക്കിയേ, ക്യാപിറ്റലിൽ കറക്റ്റ് പെയർ കൊടുത്തിട്ടുണ്ട്. ഓരോ 4 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് പെയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നാഗാലാൻഡ് അഗർത്തല, ഛത്തീസ്ഗഡ് റായ്പൂർ, മണിപ്പൂർ റാഞ്ചി, മിസോറാം ഷില്ലോങ്. ഏതാണ് വരുന്നത്? കറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഏതാണ്? ഛത്തീസ്ഗഡ് ആണ് വരുന്നത് അല്ലെ. ഛത്തീസ്ഗഡ് എന്താണ്? റായ്പൂരാണ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ എന്താണ്? റായ്പൂരാണ്. അപ്പൊ നാഗാലാൻഡ് ആണെങ്കിലോ? നാഗാലാൻഡിലെ ക്യാപിറ്റൽ കൊഹിമയാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ സിറ്റി ഒക്കെ ഓർത്തിരിക്കുക. നാഗാലാൻഡ് കൊഹിമ. മണിപ്പൂർ ആണെങ്കിലോ? ഇംഫാൽ അല്ലെ. മണിപ്പൂർ ഇംഫാൽ. മിസോറാം ഐസ്വാൾ. ഓക്കെ. ഷില്ലോങ് എന്ന് പറയുന്നത് മേഘാലയയുടെ ക്യാപിറ്റലാണ്. അഗർത്തല ആണെങ്കിലോ? ത്രിപുരയുടെ ക്യാപിറ്റലാണ്. ഓക്കെ. ത്രിപുര, അഗർത്തല, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, മണിപ്പൂർ ആണെങ്കിൽ ഇംഫാൽ, നാഗാലാൻഡ് കൊഹിമ. ഈ ക്യാപിറ്റൽസ് എല്ലാം കൂടുതൽ ഇതിപ്പോ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്?
നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെയാണ്. അതിൽ ഛത്തീസ്ഗഡ് മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മുടെ ഒരു എന്താണ് നോർത്തേൺ സ്റ്റേറ്റ്സിൽ വരുന്ന. ബാക്കിയെല്ലാം നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ക്യാപിറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്നല്ല, എല്ലാ സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും നമ്മുടെ അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകുക. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഗാലാൻഡ് കൊഹിമ, മണിപ്പൂർ ഇംഫാല്, മിസോറാം ആണെങ്കിൽ ഐസ്വാൾ ആണ് ക്യാപിറ്റൽ. Okay, question number 10. In environmental study class, in connection with the theme clothes, concepts like the history of clothes, appropriate clothes for different periods, material used for making clothes, and how clothes protect us from heat and cold are discussed. Which characteristics of environmental study curriculum are reflected here? ഇപ്പൊ എന്താണ് ഒരു EVS ക്ലാസ്സിൽ ക്ലോത്ത്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ക്ലോത്ത്സിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രം എന്താണ്, അപ്രോപ്രിയേറ്റ് ക്ലോത്ത്സ് ഫോർ ഡിഫറെന്റ് പീരീഡ്സ്, ഓരോ സമയത്തേക്കും തണുപ്പ് സമയത്ത് ഏത് ക്ലോത്ത്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചൂട് സമയത്ത് ഏത് ക്ലോത്ത്സ് യൂസ് ചെയ്യാം അതിനെക്കുറിച്ച് പറയുന്നു. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്, എന്താണ് വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഹൗ ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, ക്ലോത്ത്സ് എങ്ങനെയാണ് നമ്മളെ ഹീറ്റിൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡി കരിക്കുലം റിഫ്ലക്റ്റഡ് ഹിയർ. അപ്പൊ നമ്മുടെ കരിക്കുലത്തിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്? പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ആക്ടിവിറ്റി ഓറിയന്റഡ് അപ്രോച്ച്. ഇവിടെ ഏത് അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്? പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്. ഇപ്പൊ ക്ലോത്ത്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ എന്തെല്ലാം പറയുന്നുണ്ട്? അതിന്റെ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഏതൊക്കെ ക്ലോത്ത്സ് ഓരോ സമയത്ത് ഏതൊക്കെ അനുയോജ്യമാണ്, എങ്ങനെയാണ് ക്ലോത്ത്സ് നിർമ്മിക്കുന്നത്, ക്ലോത്ത്സ് എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അത് ഏതാണ്? പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്താണ് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്? ഫോക്കസ് ഓൺ ലേണിംഗ് പ്രോസസ്. നമ്മൾ ഏതൊരു ടോപ്പിക് ആണോ പഠിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ലേണിംഗ് പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ചിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണെങ്കിലോ, പ്രയോറിറ്റൈസസ് സ്റ്റുഡൻസ് നീഡ്സ്. കുട്ടികളുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആ അപ്രോച്ചിനാണ് നമ്മൾ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്താണ്? കണക്ട് സബ്ജക്ട്സ്, സബ്ജക്റ്റിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. അപ്പൊ ചിലപ്പോൾ മറ്റു പല സബ്ജക്ട്സുമായിട്ട് നമുക്കൊരു ലിങ്ക് ഫീൽ ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും. മറ്റ് പല സബ്ജക്ട്സുമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി ഓറിയന്റഡ് അപ്രോച്ച്, ലേണിംഗ് ബൈ ഡൂയിങ്. അത് ആ പേരിൽ തന്നെയുണ്ട്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ചിനാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേണിംഗ് പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ചൈൽഡ് സെന്റേർഡ് അപ്രോച്ചിന് കുട്ടികളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കണക്റ്റഡ് സബ്ജക്ട്സ് ആണ്, കണക്ട് സബ്ജക്ട്സ്, പല സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുക. ഇനി ആക്ടിവിറ്റി ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എമംഗ് ദി ഫോളോയിങ് ദ പ്ലാന്റ്സ് വിത്തൗട്ട് ട്രൂ സ്റ്റെം ഈസ് ഡാഷ്. ട്രൂ സ്റ്റെം ഇല്ലാത്ത പ്ലാന്റ് ഏതാണ്? സൈക്കസ്, ലോട്ടസ്, ജിഞ്ചർ, മോസസ്. ഇതിൽ ഏത് പ്ലാന്റിനാണ് ട്രൂ സ്റ്റെം, യഥാർത്ഥ ഒരു സ്റ്റെം ഇല്ലാതെ സ്യൂഡോ സ്റ്റെം ആയിരിക്കും അതിനെ കാണുന്നത്, അല്ലെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് എന്താ സ്റ്റെം ആണെന്ന് നമ്മൾ തോന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്ലാന്റ് ഏതാണ്? മോസസ് ആണ്, അല്ലെ? സൈക്കസ്, ലോട്ടസ്, ജിഞ്ചർ അവയ്ക്കെല്ലാം എന്തുണ്ട്? സ്റ്റെം ഉണ്ട്. അതിൽ സ്റ്റെം ഇല്ലാത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഏതാണ്? മോസസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. വിച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ ഫിൽറ്റേഴ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. ഇപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചാർക്കോൾ, കരിക്കട്ട യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? എന്താണ് നമ്മുടെ കരിക്കട്ട യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പം ഈ ചാർക്കോളിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പോഴ്സ്, ബ്ലാക്ക് കളർ, ഷേപ്പ്, ലെസ് വെയിറ്റ്. ഇപ്പൊ എന്തൊക്കെയാണ്? പോഴ്സ്, ബ്ലാക്ക് കളറ്, ഷേപ്പ്, ലെസ് വെയിറ്റ്. ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിൽ ചാർക്കോളിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? പോഴ്സ് ആണ്. അതിനകത്ത് സുഷിരങ്ങളുണ്ട്, അല്ലെ? ആ സുഷിരങ്ങൾ വഴി എന്ത് ചെയ്യും? അതിനകത്തെ വേസ്റ്റിനെയൊക്കെ അത് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ചാർക്കോൾ എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. പോഴ്സ്, അതിനകത്തെ സുഷിരങ്ങളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് കളറാണ്, ഷേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് വെയിറ്റ് കൊണ്ടോ ഒന്നുമല്ല, അതിനകത്തെ സുഷിരങ്ങൾ കൊണ്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, പോഴ്സ് ആണ്. അടുത്ത 13ാമത്തെ ചോദ്യം.
ഓഫ് ദി ഫോളോയിങ് ദ ലാർജസ്റ്റ് വാട്ടർ റിസർവോയർ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ഈസ് ഡാഷ്. അപ്പൊ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ജലസംഭരണ കേന്ദ്രം റിസർവോയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലമ്പുഴ, പീച്ചി, കല്ലട, പമ്പ്. GK ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? ലാർജസ്റ്റ് വാട്ടർ റിസർവോയർ ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഏതാണ്? മലമ്പുഴയാണ്. ഓക്കെ, മലമ്പുഴ ഡാം ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ പ്രൈമറി ക്ലാസ്സസ് വാട്ട് ഈസ് ദ കറക്റ്റ് ഗ്രേഡ് പോയിന്റ് പെർസെന്റേജ് ഫോർ ദി 5-point ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് അസസ്മെന്റ്? നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ കണ്ടിന്യൂസ് അസസ്മെന്റിൽ 5-point ഗ്രേഡ് ഏതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ് നില എന്നാണ് ചോദിച്ചത്. നമ്മൾ 5-point ഗ്രേഡിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കറക്റ്റ് ഗ്രേഡ് പോയിന്റ് പെർസെന്റേജ് എങ്ങനെയാണെന്നാണ് പ്രൈമറി ക്ലാസ്സിൽ, അതായത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ 5-point ഗ്രേഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ഗ്രേഡ് പോയിന്റ് പെർസെന്റേജ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 80 to 100 A ഗ്രേഡ്, 60 to 79 B ഗ്രേഡ്, 40 to 59 C ഗ്രേഡ്, 20 to 39 D ഗ്രേഡ്, ബിലോ 20 എന്താണ് E വരും. ഇനി ഓപ്ഷൻ ബി ആണെങ്കിൽ 90 to 100 A ഗ്രേഡ്, 70 to 89 B ഗ്രേഡ്, 50 to 69 C ഗ്രേഡ്, 30 to 49 D ഗ്രേഡ്, ബിലോ 30 ആണെങ്കിൽ E ഗ്രേഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 70 to 100 A ഗ്രേഡ്, 50 to 69 B, 30 to 49 C, 10 to 29 D, ബിലോ 10 എന്താണ് 10, അത് E ഗ്രേഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 75 to 100 ആണ് A ഗ്രേഡ്, 60 to 74 B ഗ്രേഡ്, 45 to 59 C ഗ്രേഡ്, 33 to 44 D ഗ്രേഡ്, ബിലോ 33 എന്ന് പറയുന്നത് E ഗ്രേഡ് ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ 5-point ഗ്രേഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 80 മുതൽ 100 വരെ A ഗ്രേഡ് ആണ്. ഇനി 79 മുതൽ 60 മാർക്ക് വരെ എന്താണ്? ബി ഗ്രേഡ് വരും. 59 മുതൽ 40 മാർക്ക് വരെ സി ഗ്രേഡും, 39 മുതൽ 20 മാർക്ക് വരെ ഡി ഗ്രേഡും. 20-ന് താഴെയാണെങ്കിലോ E ഗ്രേഡ് ആണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി ഒക്കറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത്? ഭൂമിയിലെ എന്താണ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സൺലൈറ്റ് ട്രാവൽസ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ. സൂര്യപ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. എർത്ത് ഈസ് എ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്. എർത്ത് എന്ന് പറയുന്നത് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് എന്താണ്? പാർഷ്യലി ലൈറ്റ് കടത്തിവിടുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഡേ ഓൺ ദി സൈഡ് ദാറ്റ് ഫേസസ് ദി സൺ ആൻഡ് നൈറ്റ് ഓൺ ദി അതർ സൈഡ്. അതായത് സൂര്യനെ എന്താണ്? ഡേ ഓൺ ദ സൈഡ് ദാറ്റ് ഫേസ്. സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഫേസ്, അല്ലെങ്കിൽ സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് എന്തായിരിക്കും? ഡേ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ആക്സിസ്. എർത്ത് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഡേ ആൻഡ് നൈറ്റ് വരുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. എർത്ത് ഇസ് എ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ. എർത്ത് എന്താണ്? ഒരു ഒപേക്ക് ഒബ്ജക്റ്റ് ആണ്. ഭൂമിക്കകത്തൂടെ പ്രകാശം കടത്തിവിടുമോ? ഇല്ല. എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒപേക്ക് ഒബ്ജക്റ്റ് ആണ്. ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ട്രാൻസ്ലൂസന്റ് ഉണ്ട്, ഒപേക്ക് ഉണ്ട്. ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും ലൈറ്റിനെ കടത്തിവിടുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പാർഷ്യലി, അതായത് ലൈറ്റിനെ കടത്തിവിടും എന്നാൽ ക്ലിയർ ആയിട്ട് കടത്തിവിടില്ല. പകുതി ലൈറ്റിനെ കടത്തിവിടുന്ന അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ ട്രാൻസ്ലൂസന്റ് എന്ന് പറയും. ഇനി ഒപേക്ക് ആണെങ്കിലോ പൂർണ്ണമായിട്ടും ലൈറ്റിനെ കടത്തിവിടാത്ത ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒപേക്ക് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എർത്ത് എന്ന് പറയുന്ന ഒരു ഒപേക്ക് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഭൂമിക്കകത്തൂടെ ലൈറ്റിനെ കടത്തിവിടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. എർത്ത് ഈസ് എ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ ആർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഡൊമൈൻ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ? ഓക്കെ, അപ്പൊ സയൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ഡൊമൈനിലാണ് വരുന്നത്? 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഡൊമൈനിലാണ് വരുന്നതെന്ന് കണ്ടെത്തിയാൽ മതി. ഒബ്സർവ് എക്സാമ്പിൾസ് ഓഫ് സയൻസ് കോൺസെപ്റ്റ് ഇൻ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എക്സാമ്പിൾസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അണ്ടർസ്റ്റാൻഡ് ദ സ്പെസിഫിക് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ വർക്കിംഗ് ഓഫ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ അപ്ലയൻസും അതിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഫോളോയിങ് എ സയന്റിഫിക് ലൈഫ് സ്റ്റൈൽ ഇൻ ഫുഡ് ആൻഡ് ഹെൽത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലും ഹെൽത്തിന്റെ കാര്യത്തിലും ഒരു സയന്റിഫിക് ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇത് വരുന്നത് ഏത് ഡൊമൈനിലാണ്? പ്രോസസ് സ്കിൽ ഡൊമൈൻ,
ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ, ആപ്ലിക്കേഷൻ ഡൊമൈൻ. ഇതിൽ ഏത് ഡൊമൈനിലാണ് ഈ പറയുന്ന 3 കാര്യങ്ങൾ വരുന്നത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സയൻസുമായിട്ടുള്ള കോൺസെപ്റ്റ് അങ്ങനെ വരുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതേപോലെ ഹൗസ് ഹോൾഡ് അപ്ലയൻസിന്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നു. പിന്നീട് എന്താണ് നമ്മുടെ ഫുഡിനകത്തായാലും ഹെൽത്തിലാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ എന്താണ് ഒരു സയന്റിഫിക് ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവരും. ഇതെല്ലാം വരുന്ന ഏതിനകത്താണ്? പ്രോസസ് സ്കിൽ ഡൊമൈനകത്താണ്. ഓക്കെ, ഇതിനകത്താണ് ഓപ്ഷൻ എ ആണ് പ്രോസസ് സ്കിൽ ഡൊമൈൻ. ഇനി എന്താണ് പ്രോസസ് സ്കിൽ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സ്കിൽസ് ലൈക്ക് ഒബ്സർവിംഗ്, മെഷറിംഗ് ആൻഡ് എക്സ്പെരിമെന്റിങ്. അപ്പൊ നമുക്ക് ഉള്ള സ്കില്ലുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഒരു കാര്യം എന്താണ് വീക്ഷിക്കുക, അത് അളന്നു നോക്കുക, എക്സ്പെരിമെന്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഇതിനകത്താണ് വരുന്നത്? പ്രോസസ് സ്കിൽ ഡൊമൈനകത്താണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് 3ഉം പ്രോസസ് സ്കിൽ ഡൊമൈൻ ആണ്. ഇനി ക്രിയേറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇൻവോൾവ്സ് ഇമാജിനേഷൻ, ഇന്നോവേഷൻ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. നമ്മൾ അവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ഇമാജിനേഷൻ വരും, ഇന്നോവേഷൻസ് വരും, അതേപോലെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. അത് പലതരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് ക്രിയേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡെവലപ്സ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം അല്ലെ, വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഇമോഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? ആപ്ലിക്കേഷൻ ഡൊമൈൻ. അപ്ലൈസ് ലേൺഡ് കോൺസെപ്റ്റ്സ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ആ പേരിൽ തന്നെയുണ്ട് ആപ്ലിക്കേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യുക. ആ കോൺസെപ്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത്. പ്രോസസ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ക്രിയേറ്റീവ് ഡൊമൈൻ എന്താണ്? നമ്മൾ അതിനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ ഇമാജിനേഷൻ, ഇന്നോവേഷൻ അതൊക്കെ ആണ് ക്രിയേറ്റീവ് ഡൊമൈനിൽ വരുന്നത്. ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈനിലാണെങ്കിൽ നമ്മുടെ ഇമോഷണൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ഇതെല്ലാം നമ്മൾ പറയുന്നു. അതുപോലെ ആപ്ലിക്കേഷൻ ഡൊമൈൻ ആണെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യും. അതിനെയാണ് ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, എലമെന്റ്സ് ദാറ്റ് ആർ മോർ അബണ്ടന്റ് ഇൻ ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിലിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, അലുമിനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ക്ലോറിൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ലാറ്ററൈറ്റ് സോയിലിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അല്ലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവും ആണോ, അയണും അലൂമിനിയവും ആണോ, നൈട്രജനും ഫോസ്ഫറസും ആണോ, പൊട്ടാസ്യവും ക്ലോറിനും ആണോ? ഏതാണ്? അയണും അലൂമിനിയവുമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അയൺ ആൻഡ് അലൂമിനിയം. ലാറ്ററൈറ്റ് സോയിലിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് അയണും അലൂമിനിയവുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ സ്റ്റാൻഡേർഡ് 3 എൻവയോൺമെന്റൽ സ്റ്റഡി ക്ലാസ്, if students experience a problem whether root or stem of a plant is important, what are the most appropriate learning strategies to resolve it? അപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ ഒരു സ്റ്റഡി ക്ലാസ്, 3ാം ക്ലാസ്സിലെ ഒരു EVS ക്ലാസ് ആണ്. അപ്പൊ അവിടെ എന്താണ്, സ്റ്റുഡൻസ് തമ്മിലൊരു പ്രോബ്ലം ഉണ്ടായി. അതായത് റൂട്ട് ആണോ സ്റ്റെം ആണോ ഒരു പ്ലാന്റിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വന്നപ്പോൾ കുട്ടികളെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർവ്യൂ ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിബേറ്റ്, സിമ്പിൾ എക്സ്പെരിമെന്റ് ഡിബേറ്റ്, ക്യൂസ് ഡിബേറ്റ്. എല്ലാത്തിലും ഡിബേറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഡിബേറ്റ് എന്തായാലും ക്ലാസ്സിൽ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്താണ്, 2 ചേരിയിലും ആൾക്കാർ വരും അല്ലെ. കുറച്ച് പേര് പറയും സ്റ്റെം ആണെന്ന്, കുറച്ച് പേര് പറയും റൂട്ടാണ്. അപ്പൊ 2 ചേരിയിലും ആൾക്കാർ വരുമല്ലോ. അപ്പൊ ഡിബേറ്റ് മസ്റ്റ് ആയിട്ട് വേണം. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഇന്റർവ്യൂ ആണോ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, സിമ്പിൾ എക്സ്പെരിമെന്റ് ആണോ, ക്യൂസ് ആണോ? ഇത് 4 നടത്തിയിട്ടാണ് കുട്ടികളുടെ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കേണ്ടത്. റൂട്ടാണോ അതല്ല സ്റ്റെം ആണോ പ്ലാന്റിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് കണ്ടെത്തേണ്ടത്. അതോ 2ഉം വേണമോ? ഏതായിരിക്കും? ഇന്റർവ്യൂ വഴി കണ്ടെത്താൻ പറ്റുമോ? ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, സിമ്പിൾ എക്സ്പെരിമെന്റ് ആണോ, ക്യൂസ് ആണോ? നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്പെരിമെന്റ് പറ്റില്ല. പറ്റുമോ? ക്യൂസ്, ഇന്റർവ്യൂ ഒന്നും കണ്ടക്ട് ചെയ്താൽ പറ്റില്ല. പകരം എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ. കുട്ടികൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുക. പല ഗ്രൂപ്പ്സ് ആയിട്ട് കുട്ടികളെ തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഡിസ്കഷൻ വെക്കുക. അതിനുശേഷം ഡിബേറ്റ് കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പൊ ഈ 2 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലാന്റിന് സ്റ്റെം ആണോ റൂട്ടാണോ ഏറ്റവും ഇമ്പോർട്ടന്റ്? എന്താണ്? 2ഉം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെമ്മും വേണം റൂട്ടും വേണം അല്ലേ. റൂട്ടില്ലാതെ സ്റ്റെം വരില്ല. ഇനി റൂട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെം വരാതെ ഇരിക്കാം അല്ലേ. ചില പ്ലാന്റ് നശിച്ചു പോകും. അപ്പം 2ഉം എന്താണ്? ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.
ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്